യുഡേസുമായി ബന്ധപ്പെട്ട ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായി യുഡേസിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിലേക്കാണ് കടക്കേണ്ടത്. അതായത് നിലവിൽ മറ്റ് വിദ്യാലയങ്ങളിലൊക്കെ പഠിച്ച് നമ്മൾ സ്കൂളിൽ വന്ന കുട്ടികളെ നമ്മുടെ ഡിവിഷനിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം, അതോടൊപ്പം നമ്മുടെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും സ്റ്റുഡൻസ് പ്രൊഫൈൽ GP, EP, FP മുതലായവ അപ്ഡേറ്റ് ചെയ്യുക. ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് രണ്ടാമത്തെ ഘട്ടം. അതിനായി ആദ്യം യുഡേസ് കോഡും admin@13386 എന്ന പാസ്വേഡും കൊടുത്തുകൊണ്ട് യുഡേസ് പ്ലസ് ലോഗിൻ ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ റെഡ് കളർ കൊടുത്തിരിക്കുന്ന കറണ്ട് അക്കാദമിക് ഇയർ 2025-26 ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പോപ്പ് ഓഫ് മെനു ക്ലോസ് ചെയ്തുകൊണ്ട് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. തുടർന്ന് അവിടെ നമ്മുടെ ക്ലാസ്സും ഡിവിഷനും സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഈ വർഷം പഠിക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അവിടെ എല്ലാ കുട്ടികളുടെയും വിവരങ്ങൾ ഒരുപക്ഷെ കാണാൻ സാധിച്ചെന്ന് വരില്ല. അതായത് ഈ വർഷം പുതുതായി അഡ്മിഷൻ എടുത്ത കുട്ടികൾ അവിടെ ഉണ്ടാവില്ല. അവരെ നമ്മൾ ഇമ്പോർട്ട് മൊഡ്യൂൾ വഴി ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഡിവിഷനിലേക്ക് എത്തിക്കണം. അതിൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റുഡൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ എന്നുള്ള ഭാഗം എടുത്തതിന് ശേഷം ഇമ്പോർട്ട് മൊഡ്യൂൾ സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് വിത്തിൻ സ്റ്റേറ്റ് എന്നുള്ളതിൽ ഗോ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ സ്റ്റുഡൻറ്റ് പെൻ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. ആ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തുമാണ് ഇവിടെ നൽകേണ്ടത്. ഇനി കുട്ടിയുടെ പെൻ നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല, പുതിയ ഒരു കുട്ടിയാണ്, വേറെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയാണ്. അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ പെൻ നമ്പർ ലഭിക്കാൻ വേണ്ടി നമ്മൾ സെർച്ച് ബൈ പെൻ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ കുട്ടിയുടെ ആധാർ നമ്പറും ഇയർ ഓഫ് ബർത്തും അടിച്ചു കൊടുത്താൽ നമുക്ക് കുട്ടിയുടെ പെൻ നമ്പർ കിട്ടും. അത് നമ്മൾ ഒന്നുകിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ കോപ്പി ചെയ്യാം. എന്നിട്ട് അതിവിടെ ടൈപ്പ് ചെയ്ത് ഗോ, ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത് ഗോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് വരും. ശേഷം ആ കുട്ടി എന്നാണ് നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് എന്നത് നമുക്ക് നൽകണം. ഏത് ക്ലാസ്സിലാണ്, ക്ലാസ് അതിൽ ഓൾറെഡി ഉണ്ടാകും. ഇനി പ്രോഗ്രഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ കുട്ടി ഏത് സ്കൂളിലാണ് ഇപ്പോൾ ഉള്ളത്, അങ്ങനെയെങ്കിൽ ആ സ്കൂളിലേക്ക് വിളിച്ചിട്ട് നമ്മൾ ആ കുട്ടിയെ പ്രോഗ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. എന്നിട്ട് അവിടുന്ന് ആ കുട്ടിയെ ഡ്രോപ്പ് ബോക്സിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കണം. നമ്മുടെ ഏത് ഡിവിഷനിലാണ്, ഏത് സെഷനിലാണ് ആ ഒരു കുട്ടി നിൽക്കുന്നത് എന്നുകൂടി നമുക്ക് കൊടുത്ത് ഇമ്പോർട്ട് നമുക്ക് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി നമ്മുടെ ക്ലാസ്സിലേക്ക് എത്തുന്നതാണ്. അത്രയേ ഉള്ളൂ ഇമ്പോർട്ട് മൊഡ്യൂള് നമുക്ക് ചെയ്യാൻ. ഇങ്ങനെ ഇമ്പോർട്ട് മൊഡ്യൂൾ ഉപയോഗിച്ച് ഈ വർഷം പുതുതായി ചേർന്ന കുട്ടികളെ ക്ലാസ് ഡിവിഷനിലേക്ക് ആഡ് ചെയ്ത ശേഷം അടുത്ത ഘട്ട പ്രവർത്തനത്തിലേക്ക് കടക്കാം. അതിനായി ഓരോ കുട്ടിയുടെയും പേരിന് നേരെ അവസാനമുള്ള GP, EP, FP എന്നീ പ്രൊഫൈലുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ സെക്ഷനായ GP ഓപ്പൺ ചെയ്യുക. അതിൽ കാര്യമായി ഒന്നും തന്നെ ചെയ്യാനില്ല. അതിൻ്റെ ഏറ്റവും താഴെയായി ബ്ലഡ് ഗ്രൂപ്പ്, എല്ലാ കുട്ടികളുടെയും ബ്ലഡ് ഗ്രൂപ്പ് അവിടെ അപ്ഡേറ്റായി വരുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. തുടർന്ന് GP സേവ് ചെയ്ത ശേഷം കൺഫേം കൊടുത്തുകൊണ്ട് അടുത്ത സെക്ഷനായ EP പോകാം. അവിടെ ഒന്നാമതായി പൂരിപ്പിക്കേണ്ട ഒരു കാര്യം കുട്ടിയുടെ റോൾ നമ്പറാണ്. അതിനുശേഷം ആ ഫീൽഡിൽ ഏറ്റവും താഴെയായി കഴിഞ്ഞ വർഷം കുട്ടി ആകെ ഹാജരായ ദിവസങ്ങളുടെ എണ്ണം അവിടെ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ചിലരെങ്കിലും കഴിഞ്ഞ വർഷം തെറ്റായി രേഖപ്പെടുത്തി അത് ശതമാനക്കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ അത് മാറ്റി അത് തിരുത്തി യഥാർത്ഥത്തിൽ ഹാജരായ ദിവസങ്ങളുടെ എണ്ണം അവിടെ അപ്ഡേറ്റ് ചെയ്യുക. തുടർന്ന് സേവ് ചെയ്ത് കൺഫേം ചെയ്ത് അടുത്ത ലാസ്റ്റ് ഘട്ടമായ FP പോകാം. അവിടെ കുറച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ള യൂണിഫോം, പാഠപുസ്തകം,
അതുപോലെ സ്കൗട്ട് ഗൈഡ്സ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കുട്ടി CWSN ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുപോലെ ഹൈറ്റ്, വെയ്റ്റ് ഇവയൊക്കെ ഇവിടെ രേഖപ്പെടുത്താനുണ്ട്. അതുപോലെ സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള കുട്ടിയുടെ ദൂരം, അതുപോലെ രക്ഷിതാക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തത് അവിടെ ഉണ്ടാവും. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാത്രം ആ ഫീൽഡും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് സേവ് ചെയ്ത് കൺഫേം ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് മുഴുവനായും വായിച്ച ശേഷം അതുകൂടി കൺഫേം ചെയ്ത് കഴിയുമ്പോൾ കുട്ടിയുടെ പേരിന് നേരെയുള്ള ഈ GP, EP, FP എന്നീ 3 കോളങ്ങളും നേരത്തെ റെഡ് കളറായിരുന്നത് ഇപ്പോൾ ഗ്രീൻ കളറായി മാറുന്നതായി കാണാം. ഇങ്ങനെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങൾ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്ത് ഗ്രീൻ കളറാക്കാൻ ശ്രദ്ധിക്കുക. അതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാവും.